സിനിമയുടെ ചരിത്രത്തിൽ ആരാധകർ ഒരുപോലെ നെഞ്ചിലേറ്റിയ ഒരു പിടി ഓൺ സ്ക്രീൻ ജോഡികളുണ്ട്. MGR സരോജാദേവി, ശിവാജി ഗണേശൻ പത്മിനി, രജനീകാന്ത് ശ്രീദേവി. ഈ നിരയിലേക്ക് ആധുനിക കാലഘട്ടം എടുത്തുവെച്ച പേരാണ് വിജയ് തൃഷ. ഗില്ലിയിലൂടെ തുടങ്ങിയ ആ മാന്ത്രികത ഒട്ടും മങ്ങാതെ ഇന്നും നിലനിൽക്കുകയാണ്. ദളപതി വിജയും ക്വീൻ ഓഫ് സൗത്ത് തൃഷയും ഒന്നിച്ചെത്തുമ്പോൾ ബോക്സ് ഓഫീസിൽ ആരാധകരുടെ തള്ളിക്കയറ്റവും അത് പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു നൊസ്റ്റാൾജിക് അനുഭവം കൂടിയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഇവർക്കിടയിലെ രസതന്ത്രം എങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. 2004 പുറത്തിറങ്ങിയ ഗില്ലി വെറും ഒരു സിനിമയായിരുന്നില്ല, അതൊരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. തെലുങ്ക് ചിത്രം ഒക്ടുവിന്റെ റീമേക്ക് ആയിരുന്നു ഇതെങ്കിലും വിജയും തൃഷയും ആ കഥാപാത്രങ്ങൾക്ക് നൽകിയ ജീവൻ വേറിട്ട് നിന്നു. കബഡി താരമായ വേലുവും ഹൈദരാബാദിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന ധനലക്ഷ്മിയും തമ്മിലുള്ള പ്രണയവും പോരാട്ടവും തമിഴ്നാട് ഏറ്റുവാങ്ങി. തൃഷയുടെ നിഷ്കളങ്കമായ അഭിനയവും വിജയുടെ എനർജറ്റിക് പ്രകടനവും ഒത്തുചേർന്നപ്പോൾ അപ്പടി പോട് എന്ന ഗാനം ഇന്ത്യ മുഴുവൻ തരംഗമായി. ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ആ ചിത്രത്തിലുണ്ടായിരുന്നു. ഗില്ലിയുടെ വൻ വിജയം വിജയ് ഒരു മാസ് ഹീറോ എന്ന നിലയിൽ പ്രതിഷ്ഠിച്ചപ്പോൾ തൃഷയെ തെന്നിന്ത്യയുടെ പ്രിയങ്കരിയാക്കി മാറ്റി. ഈ ചിത്രത്തിലെ ഇരുവരുടെ കെമിസ്ട്രി ഇന്നും പല സിനിമകൾക്കും മാതൃകയാണ്. ഗില്ലിക്ക് ശേഷം തമിഴ് സിനിമയിലെ ലക്കി പെയറായി വിജയും തൃഷയും മാറി. 2005 പുറത്തിറങ്ങിയ തിരുപ്പാച്ചി മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. സഹോദരിയോടുള്ള സ്നേഹത്തിന്റെ കഥ പറഞ്ഞ ചിത്രത്തിൽ തൃഷയുടെ കഥാപാത്രവും വിജയുടെ മാസ് സീനുകളും മികച്ച രീതിയിൽ ബാലൻസ് ചെയ്യപ്പെട്ടു. തൊട്ടടുത്ത വർഷം വന്ന ആദിക്ക് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെങ്കിലും ഈ ജോഡിയെ കാണാൻ ആളുകൾ തിയേറ്ററിലേക്ക് തടിച്ചുകൂടി. 2008 പുറത്തിറങ്ങിയ കുരുവി ഈ കൂട്ടുകെട്ടിന്റെ മറ്റൊരു പ്രധാന ചിത്രമായിരുന്നു. ഗില്ലി ടീം വീണ്ടും ഒന്നിച്ച കുരുവിയിൽ വിജയുടെ സാഹസിക പ്രകടനങ്ങൾക്കൊപ്പം തൃഷയുടെ പ്രസരിപ്പും ആരാധകർ ആഘോഷമാക്കി. ഈ കാലഘട്ടത്തിലാണ് വിജയ് തൃഷ ജോഡി തമിഴ് സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത്. കുരുവിക്ക് ശേഷം നീണ്ട 15 വർഷം ഇവർ ഒന്നിച്ചഭിനയിച്ചില്ല. തൃഷ തന്റെ അഭിനയ ജീവിതത്തിൽ വിണ്ണയി താണ്ടി വരുവായ 96, പൊന്നിയൻ സെൽവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഒരു പക്വതയുള്ള നടിയായി വളർന്നു. വിജയാകട്ടെ തമിഴ് സിനിമയുടെ അനിഷേധ്യനായ ദളപതിയായി മാറി. എന്നാൽ ആരാധകർ ഓരോ വട്ടം വിജയ് സിനിമ പ്രഖ്യാപിക്കുമ്പോഴും ചോദിച്ചത് നായിക തൃഷയാണോ എന്നായിരുന്നു. ആ കാത്തിരിപ്പിന് 2023 ലോകേഷ് കനകരാജിന്റെ ലീലയിലൂടെ വിരാമമായി. പാർത്ഥിപനും സത്യയുമായി അവർ സ്ക്രീനിൽ വന്നപ്പോൾ പ്രായം കൂടുന്തോറും ഈ ജോഡിയുടെ ഭംഗി കൂടുകയാണെന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. അൻപേനും എന്ന ഗാനം ഗില്ലിയിലെ ആ പഴയ ഓർമ്മകളെ തൊട്ടുണർത്തുന്നതായിരുന്നു. ലിയോ ലോകമെമ്പാടുമായി 600 കോടിയിലധികം രൂപയാണ് കളക്ട് ചെയ്തത്. ലിയോയ്ക്ക് പിന്നാലെ വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോഡ് സിനിമയിൽ തൃഷ ഉണ്ടാകുമോ എന്നത് വലിയൊരു ചർച്ചയായിരുന്നു. സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് തൃഷ ഒരു സ്പെഷ്യൽ ഡാൻസ് നമ്പറിൽ വിജയ്ക്കൊപ്പം ചുവടുവെക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നു. തിയേറ്ററിൽ ഈ ഗാനമെത്തിയപ്പോൾ ആരാധകർ ആവേശത്തിലായി. തങ്ങളുടെ പ്രിയപ്പെട്ട ജോഡിയെ ഒന്നിച്ചു കാണാൻ ആരാധകർ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ആ ആവേശം. വിജയുടെ കരിയറിലെ അവസാന ചിത്രങ്ങളിലൊന്നായ ഗോഡിൽ തൃഷയുടെ സാന്നിധ്യം ആ ചിത്രത്തിന്റെ മൂല്യം വർദ്ധിപ്പിച്ചു. വിജയും തൃഷയും തമ്മിലുള്ള സൗഹൃദം സിനിമയ്ക്കും അപ്പുറമാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ മുന്നേറ്റവും തൃഷ ആഘോഷിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. 2026 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ പോലും വിജയ്ക്കൊപ്പമുള്ള തൃഷയുടെ ചിത്രങ്ങളും ആശംസകളും നിറഞ്ഞു. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വിജയ് ചുവടുവെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പിന്തുണയായി തൃഷ നിൽക്കുന്നത് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. 2 പതിറ്റാണ്ടുകൾ, 2 സൂപ്പർ താരങ്ങൾ, എണ്ണമറ്റ ഓർമ്മകൾ. വിജയ് തൃഷ എന്ന കൂട്ടുകെട്ട് വെറുമൊരു ബോക്സ് ഓഫീസ് കണക്കല്ല, അത് തമിഴ് സിനിമയുടെ ഒരു സുവർണ കാലഘട്ടത്തിന്റെ അടയാളമാണ്. ഗില്ലിയിൽ നിന്ന് ആരംഭിച്ച ആ സൗഹൃദവും സ്നേഹവും ഇന്നും പ്രേക്ഷക ഹൃദയങ്ങളിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ ജോഡിയെ വീണ്ടും സ്ക്രീനിൽ കാണാൻ സാധിക്കുമോ എന്ന സംശയം ബാക്കിയാണെങ്കിലും അവർ സമ്മാനിച്ച ഓരോ സിനിമയും എല്ലാ സിനിമാ പ്രേമികൾക്കും വളരെ പ്രിയപ്പെട്ടതാണ്.